6 MLA-മാരെ രംഗത്തിറക്കാൻ LDF തീരുമാനിച്ചതോടെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്നത് ഇനി UDF-ൽ നിന്ന് എത്ര പേർ MLA-മാർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിറങ്ങും എന്നുള്ളതാണ്. സിറ്റിംഗ് MLA-മാരെ ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം മത്സരിപ്പിച്ചാൽ മതി എന്ന ഒരു തീരുമാനം ഹൈക്കമാൻഡിൻ്റേതായി എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട് കോൺഗ്രസിൽ. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരുപാട് സിറ്റിംഗ് MLA-മാരുടെ പേരൊക്കെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ തൽക്കാലം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. പക്ഷേ അതിശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് ഇറക്കുന്നതിന് വേണ്ടി 6 MLA-മാരെ കളത്തിലിറക്കാൻ LDF തീരുമാനിച്ചതോടുകൂടി UDF-ഉം അത്തരത്തിൽ ചില ചിന്തകളിലേക്ക് വീണ്ടും സജീവമായി പോകുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. MLA-മാർ രംഗത്തിറക്കുന്നതിനെ ഇനിയിപ്പോൾ MLA-മാരെ ആരെയും ഇറക്കാതെ മാറി നിന്നിട്ട് UDF-ന് CPM-നെയോ CPI-യോ കുറ്റം പറയാനും സാധിക്കില്ല. കാരണം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇത്തവണ MLA-മാരെ ആരെയും മത്സരിപ്പിക്കാതിരുന്നിട്ട് തിരികെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ധാർമ്മികതയുടെ പേരിൽ അതിന് സാധ്യമല്ല. 2009 ഒരേ സമയം 3 പേരെ രംഗത്തിറക്കി മാതൃക കാട്ടിയവരാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 പേരും വിജയിക്കുകയും പിന്നീട് നടന്ന ബൈ ഇലക്ഷനിൽ ഈ 3 സീറ്റുകളും കോൺഗ്രസിന് തന്നെ നേടാനും സാധിച്ചു എന്നുള്ള ഒരു കൗതുകമുണ്ടായിരുന്നു. KV തോമസും KC വേണുഗോപാലും K സുധാകരനും MP-മാരായി ഈ 3 സ്ഥലത്തും K സുധാകരന് പകരം അബ്ദുള്ളക്കുട്ടി, KV തോമസിന് പകരം ഡൊമിനിക് പ്രസന്റേഷൻ, KC വേണുഗോപാലിന് പകരം ഷുക്കൂർ എന്നിവർ വിജയിച്ച ചരിത്രമുണ്ട്. പിന്നെ UDF-ൽ തന്നെ മുസ്ലിം ലീഗ് അന്ന് വേങ്ങര MLA ആയിരുന്നു PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചാണ് അവിടെ മലപ്പുറത്ത് MP ആയി മാറിയത്. പിന്നീട് വേങ്ങര KNA ഖാദറിൽ കൂടി നിലനിർത്താനും സാധിച്ചു. അപ്പോൾ അങ്ങനെ നേരത്തെ മാതൃക കാട്ടിയിട്ടുള്ളത് കൊണ്ട് UDF-ന് പരസ്യമായി അത്രമേൽ CPM-കാർ ആ MLA-മാരെ മത്സരരംഗത്തേക്ക് ഇറക്കുന്നു എന്നുള്ളതിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഉള്ളൊരു മാർഗം വേണമെങ്കിൽ ജയിക്കാൻ ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ MLA-മാരെ രംഗത്തിറക്കുക എന്നുള്ള ആ ചിന്ത സജീവമായി മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. UDF പ്രധാനമായും ചിന്തിച്ചിരുന്നത് 3 MLA-മാരുടെ കാര്യമാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി തൽക്കാലം ഞാൻ മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നു. മറ്റൊന്ന് ഷാഫി പറമ്പലിൻ്റെ കാര്യമായിരുന്നു. പാലക്കാട് പിടിക്കണമെങ്കിൽ ഷാഫിയെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവിനെ രംഗത്തിറക്കണം എന്ന നിലപാടായിരുന്നു. ഷാഫിയും താല്പര്യമില്ലായ്മ അറിയിച്ചു. പിന്നീടുള്ളത് അടൂർ പ്രകാശിൻ്റെ കാര്യമായിരുന്നു. ആറ്റിങ്ങലിൽ ദീർഘകാലമായി UDF-ന് ലഭിക്കാതിരിക്കുന്ന ആറ്റിങ്ങൽ പിടിക്കാൻ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇടയിലാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു നിർദ്ദേശം വരികയും മെല്ലെ ഒന്ന് അടൂർ പ്രകാശ് പിന്നോട്ട് വലിഞ്ഞതുമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ മത്സരരംഗത്ത് ഇറക്കണം എന്ന നിലപാടിൽ തന്നെയാണ് പാർട്ടിയുടെ ജില്ലാ ഘടകവും ഒപ്പം നേതൃനിരയിലുള്ള ഒരു വലിയ കൂട്ടം ആളുകളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് ഷാഫി പറമ്പിലില്ലെങ്കിൽ VT ബൽറാമിനെ മത്സരരംഗത്ത് ഇറക്കണം എന്ന നിലപാട് പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേതൃനിരയിലും അത്തരം ചില ആലോചനകൾ സജീവമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിറ്റിംഗ് MP-മാർക്ക് സീറ്റ് നിഷേധിക്കേണ്ട എന്നുള്ളൊരു നിലപാടുള്ളതുകൊണ്ട് KV തോമസിന് പകരം ഹൈബി ഈഡൻ എന്നുള്ള ചിന്ത ഇടക്കാലത്തുണ്ടായിരുന്നുവെങ്കിലും അത് വേണ്ട എന്ന നിലപാടിലാണ് എന്ന് അറിയാൻ കഴിയുന്നു. പിന്നീടുള്ളത് CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളും മാത്രം അടങ്ങുന്ന ആ ഒരു പട്ടിക ഉള്ളത് ആയതുകൊണ്ട് തന്നെ അവരെ പ്രതിരോധിക്കുന്നതിന് ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികൾ ഉമ്മൻചാണ്ടിയും സുധീറിനും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വരണം എന്ന ചിന്തയും സജീവമാകുന്നു. അങ്ങനെയെങ്കിൽ 3 MLA-മാരുടെ പേര് വീണ്ടും UDF-നകത്തും സജീവമായി ചർച്ചയാകുന്നു. ഒന്ന് ഉമ്മൻചാണ്ടി, മറ്റൊന്ന് VT ബൽറാം, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്. അങ്ങനെ MLA-മാരുടെ ഒരു നിരയെ UDF-ഉം ഒരുപക്ഷെ ചരിത്രം UDF MLA-മാർ മത്സരിച്ചപ്പോഴെല്ലാം അവിടെ അവർക്ക് അനുകൂലമായിരുന്ന ഒരു സാഹചര്യമാണ്. ആ അനുകൂലമായ ചരിത്രമുള്ളത് കൊണ്ട് തന്നെ ആ ചരിത്രം മുതലെടുത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്ത ഇപ്പോൾ UDF-ലും സജീവമായി വരികയാണ്. അടൂർ പ്രകാശിൻ്റെ പേര് വളരെ സജീവമായി പരിഗണിക്കുന്നു. അത് മുൻഗണനാ പട്ടികയിൽ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നു.